ഗോപാലകൃഷ്ണൻ അടങ്ങി എന്നുള്ള വിശ്വാസത്തിൽ ഈ ഗോപാലകൃഷ്ണന്റെ ആവേശത്തിന്റെ ഒരു 100-1 നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള അവതരണമാകുമായിരുന്നില്ല. എനിക്ക് ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറയാനുണ്ട്. ഗോപാലകൃഷ്ണൻ മെട്രോപൊളിറ്റൻ സിറ്റിയെ കുറിച്ച് പറഞ്ഞു. സാറേ, കഴിഞ്ഞ ദിവസമല്ലേ, അതായത് കേരളം ഒന്നടങ്കം ഒരു നഗരമാണെന്ന് സാമ്പത്തിക സർവേ തന്നെ പ്രഖ്യാപിച്ചത്? നിങ്ങളുടെ സർക്കാരിൻ്റെ സാമ്പത്തിക സർവേ അല്ലേ? ഒരു സംസ്ഥാനം ഒന്നടങ്കം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു നഗരമാകുന്ന ഒരു സംസ്ഥാനം നഗരമായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുള്ളപ്പോൾ താങ്കൾ എന്തിനാണ് മെട്രോപൊളിറ്റൻ സിറ്റിയെക്കുറിച്ച് പറഞ്ഞത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇതുപോലെ അലമ്പുണ്ടാക്കരുത് ഗോപാലകൃഷ്ണ. എന്തോ വല്ലതും പറഞ്ഞോ? എടാ അലവലാതി പുണ്യം. ഞാൻ എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ശരിയാവില്ല. ആ പദം പിൻവലിക്കണം. വിഷയങ്ങളിലേക്ക് വരെ ആവശ്യം തീരുമാനിക്കാനുള്ള അധികാരമൊന്നും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അതായത് ഈ ദേശം കിട്ടുന്ന എന്നോട് വേണ്ട. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. ഈ ബജറ്റ് അവിടെ പണി. പ്രതിപക്ഷ ബഹുമാനം എന്നൊന്നും നിങ്ങൾക്കില്ല. ഊഷ്മാണ്ടന്മാര് ഈ ബജറ്റ് ഞാൻ മാന്യമായി സംസാരിക്കാൻ ഒരു സെക്കൻഡ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ശരി, അതായത് നിങ്ങൾ അദ്ദേഹത്തിനെ മ്യൂട്ട് ചെയ്യണം. ഗോപാലകൃഷ്ണൻ പ്ലീസ് നമുക്ക് പറയട്ടെ. ഒരാൾക്ക് സംസാരിക്കാൻ സമയം കൊടുത്താൽ ആ വ്യക്തി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അല്ല, ഏത് നാടകക്കാരാണ് എനിക്ക് ഈ വാചകങ്ങളൊക്കെ എഴുതി തരുന്നേ? ശരി, ഞാനൊരു കാര്യം ഗോപാലകൃഷ്ണനോട് പറയട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഏത് കാര്യത്തെയും യഥാർത്ഥത്തിൽ ഖണ്ഡിക്കാനുള്ള സ്ഥിതിവിവരക്കണക്കിലുണ്ട്. എന്താന്ന് വെച്ചാ പറഞ്ഞു തുടങ്ങണ. നിങ്ങളുടെ ബജറ്റ് അവതരണത്തിൽ നിങ്ങൾ ഓരോ ഇപ്പം മാക്രോ ലെവലിൽ നോക്കുക. അതായത് നിങ്ങൾ വിഭാവനം ചെയ്ത വരുമാനത്തിൽ 2 ലക്ഷം കോടി രൂപയുടെ കുറവാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ആദായ നികുതി ഇനത്തിൽ വരുമാനം വർദ്ധിക്കും. നിങ്ങൾ നോക്കുക, 1,26,000 കോടി രൂപയുടെ കുറവ്. അതുപോലെ GST സ്ലാബുകൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? വലിയ രീതിയിൽ വാങ്ങൽ ശേഷി വർദ്ധിക്കും. പക്ഷെ ഉണ്ടായ കുറവ് എത്രയാണെന്നറിയോ? 1,32,000 കോടി രൂപ. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിന്റെ ദീർഘകാലത്തെ ഒരാവശ്യത്തോട് പോലും അനുഭാവപൂർണമായ ഒരു പരിഗണന നിങ്ങൾ കാണിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ 2 മാന്യ വ്യക്തികളെ, ഈ ശ്രീധരനെയും അതുപോലെ സുരേഷ് ഗോപിയെയും കോമാളികളാക്കാണ് ചെയ്തത്. ആ പാവപ്പെട്ട 2 ആൾക്കാരെ ഇതുപോലെ അവഹേളിക്കുന്ന ഒരു സമീപനം ഈ ബജറ്റിൽ സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നു. അവർ 2 പേരെ അല്ലേ നിങ്ങളിപ്പോ അവഹേളിച്ചിരിക്കുന്നത്? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു തരത്തിലും നീതി പുലർത്താത്ത ഒരു ബജറ്റായിട്ട് ഭവിച്ചിരിക്കുകയാണ്. മാത്രമല്ല, വ്യക്തിപരമായിട്ട് നമുക്കൊക്കെ വലിയ ബഹുമാനമുള്ള 2 മഹത് വ്യക്തികളായിട്ടുള്ള സുരേഷ് ഗോപിയെയും എന്റെ കഴുത്തിന്റെ പുറത്ത് മേൽ തലയുണ്ട് ഈ ശ്രീധരനെയും കോമാളികളാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം ഈ ബജറ്റിന്റെ പിന്നിലുണ്ട് എന്ന് കൂടി ഞാൻ പറയുകയാണ്. ഇവനൊന്നും മനസ്സിലാവത്തില്ല എന്റെ വിഷമം. തീർച്ചയായിട്ടും ശ്രീ ബി ഗോപാലകൃഷ്ണൻ 2 പ്രമുഖ വ്യക്തികളെ, സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ ഈ ശ്രീധരനെയും അപമാനിച്ചു എന്നുള്ള കാര്യത്തിൽ തുടങ്ങാം. എന്റെ ചങ്കാട കളക്കിയത് നോക്കൂ, ഈ ശ്രീധരൻ അദ്ദേഹം ഈ ബജറ്റിന്റെ 2 ആഴ്ച മുമ്പല്ലേ വീണ്ടും റാപ്പിഡ് റെയിൽ കോറിഡോർ എന്ന സങ്കല്പം അത് എത്രമാത്രം ഫീസിബിൾ ആണ്, കേരളത്തിന് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയത്. അദ്ദേഹം പ്രായമായ ഒരു മനുഷ്യനല്ലേ? ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ബജറ്റിൽ പ്രഖ്യാപിക്കും, ഇതായിരുന്നു പ്രതീക്ഷ. അവസാനം എന്തായി? നമുക്ക് ആമയുടെ വേഗവും തമിഴ്നാട്ടുകാർക്കും കർണാടകക്കാർക്കും ഒക്കെ ബുള്ളറ്റിന്റെ വേഗവും. എയിംസ് വരും എന്ന് എത്രയിടത്ത് സുരേഷ് ഗോപി പ്രസംഗിച്ചു. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ രജനീകാന്തിന് ഞാൻ കൊണ്ടുവരുമായിരുന്നു. രജനീകാന്തിന്റെ വാൾപോസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് കൊണ്ടുവരാൻ സമയം ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ ടോണും ആ ഭാഷയും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ആക്ഷൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അത്ര ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എയിംസ് വരും കേട്ടോ എന്ന് സുരേഷ് ഗോപി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത്. പറയുന്നവനല്ല
പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. എന്നിട്ട് ഇത് രണ്ടും ഇല്ല. താൻ എന്നറിഞ്ഞിട്ടേ വർത്താനം പറയുന്നത്. ഇനിയിപ്പോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി നാളെ വന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസം കേരളത്തിൽ വരുമ്പോൾ എയിംസ് എവിടെ സാറേ എന്ന് പത്രക്കാർ ചോദിച്ചാൽ അദ്ദേഹം എന്ത് മറുപടി പറയും? നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ. ഇനിയിപ്പോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി നാളെ വന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസം കേരളത്തിൽ വരുമ്പോൾ എയിംസ് എവിടെ സാറേ എന്ന് പത്രക്കാർ ചോദിച്ചാൽ അദ്ദേഹം എന്ത് മറുപടി പറയും? അയ്യോ, വർക്കിയുടെ കാര്യം വർക്കി നോക്കിക്കോളാം. താങ്കളുടെ ചോദ്യം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. പക്ഷേ താങ്കൾ ഒരു ശരിയല്ലാത്ത കാര്യം ചെയ്തു. അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ചർച്ചയിൽ എന്നെ വിളിക്കുന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് ഉണ്ടാവും എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ജോൺ ബ്രിട്ടാസ് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോകാനല്ല താങ്കൾ എന്നോട് പറഞ്ഞത്. ജോൺ ബ്രിട്ടാസുമായിട്ട് സംസാരിക്കാനാ. അയാളവിടെ പോയി ആളെ പൊട്ടറാക്കുക. അയാൾ പ്രസംഗിച്ച് അയാൾ പോവാ. മറുപടി ഒന്നും അയാൾക്ക് കേൾക്കേണ്ട കാര്യമില്ല. അവൻ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടോ, ഉത്തരവാദിത്വമുണ്ടോ? അല്ലല്ല, ഒരു പക്ഷേ കുഴപ്പമില്ല. കാരണം ജോൺ ബ്രിട്ടാസിന്റെ സ്വഭാവവും ജോൺ ബ്രിട്ടാസിന്റെ മനസ്സുമുള്ള താങ്കൾ ഇരിക്കുന്നത് താങ്കളോട് പറയേണ്ടി വരും. രണ്ടും ഒന്ന് തന്നെ. ഒക്കെ ഒരു കയ്യാ. അവൻ നമ്മുടെ കമ്പനി സ്റ്റാഫാ. നിങ്ങളുടെ കമ്പനി സ്റ്റാഫാ പിന്നല്ലാതെ. ജോൺ ബ്രിട്ടാസ് ഓരോ മനസ്സും ചിന്തയും സ്വഭാവവും ഒക്കെ അല്ലേ സാർ? അങ്ങനെ വിചാരിക്കാം. അങ്ങനെ ശരിയല്ലല്ലോ. എനിക്കൊരു അവസരം തരേണ്ടത്. അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. കേൾക്കുന്ന ജനങ്ങളല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ പറഞ്ഞോട്ടെ. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം പറയാൻ സമയം തരാതിരുന്ന് ജോൺ ബ്രിട്ടാസ് വന്നപ്പം 2 പ്രാവശ്യം നിങ്ങൾ ജോൺ ബ്രിട്ടാസിന് മാത്രം കൊടുത്തു. ഇതാരാ നിന്റെ ആശാനാ? അദ്ദേഹം പറഞ്ഞതിനൊന്നും മറുപടി പറയാനുള്ള അവസരം എനിക്ക് തന്നില്ല. ചർച്ചയിൽ മര്യാദയല്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അന്തസ്സില്ലായ്മ കാണിക്കാൻ അന്തസ്സൊക്കെ അല്ല, ആയിക്കോട്ടെ. അയാളോട് പറയേണ്ട കാര്യം എനിക്ക് അയാളോട് ശരി അല്ലല്ല, അദ്ദേഹത്തിനോട് പറയേണ്ട കാര്യം അദ്ദേഹത്തിനോട് പറയണം. അതിന് പറയാൻ അവസരം തരാതിരുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നല്ല പുളിച്ച തെറി പറയാറിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ, ഇനി ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ഇടയിൽ കയറി സംസാരിക്കല്ലേ. നിങ്ങൾ കുറേ നേരമായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 കാര്യമാണ്. അതിലൊന്ന് എയിംസ് വന്നില്ല. സുരേഷ് ഗോപി കോമാളിയായിട്ട് സുരേഷ് ഗോപിയെ ചിത്രീകരിച്ചു. അതിന് ഇവനെന്തിനാ വിഷമിക്കണമെന്ന് ഞാൻ ചോദിക്കണേ. എന്റെ ഉത്തരവാദിത്വം കുറെ കൂടി സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുക കക്ഷി. ഗോപാലകൃഷ്ണൻ അലമ്പുണ്ടാക്കാൻ വന്നു. ഇത് രണ്ടാണ് അയാൾ പറഞ്ഞിട്ട് പോയത്. എന്റെ കൈ കിട്ടില്ല. കോമാളിയായിട്ട് ആളുകളെ കാണുന്നവർക്കെല്ലാം കോമാളിയായിട്ടേ തോന്നുള്ളൂ. സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അഭിലാഷ് മോഹൻ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ കേരളത്തിൽ എയിംസ് വരും, അടുത്ത വർഷം എയിംസ് വരും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീ നഡ്ഡാജി, അദ്ദേഹം കേരളത്തിൽ വന്നു. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞു എയിംസ് കേരളത്തിൽ വരും. അപ്പോൾ പത്രക്കാർ ചോദിച്ചു എന്നാണ് വരിക? അത് ഞാനിപ്പം നിങ്ങളോട് പറയുന്നില്ല. അല്ല സാർ, ഇതൊന്നും അറിഞ്ഞില്ലപ്പോ. എവിടെയാണ് വരിക അതും പറയുന്നില്ല. എയിംസ് വന്നിരിക്കും, ഞങ്ങളുടെ ഈ കാലയളവിൽ എയിംസ് വരും. അതൊന്നും പറഞ്ഞ് ചേട്ടനെ വിഷമിപ്പിക്കണ്ട. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ ഗവൺമെൻറ് നാളെ രാജിവെച്ചൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും ഫ്രാൻസിസ് ജോർജിൻ്റെ പാർട്ടിയെ അടപ്പത്തിരിക്കുകയുള്ളൂ.